Hallelujah.
വളരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ദൈവം തന്നതോർത്തിലേക്ക് സ്തോത്രം ചെയ്തു. വലിയ അനുഗ്രഹിക്കപ്പെട്ട വലിയ വർഷിപ്പ് ദൈവം തന്നു. സത്യത്തിൽ അൻപതല്ല ശുശ്രൂഷകർ, ദൈവം തമ്പുരാൻ തൻ്റെ കൂടെ ഇറങ്ങി ശുശ്രൂഷിക്കുക. എന്നാൽ ഇന്ന് അവ 2-3 പേർ എൻ്റെ നാമപീഠത്തിൽ അവയെ വരുന്നതിൻ്റെ മധ്യ ഞാൻ ദൈവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചത്. നിങ്ങളെല്ലാവരും ആത്മാവിലൊന്ന് കരങ്ങളെ കോർത്തൊന്ന് പ്രാർത്ഥിച്ചത്. കരങ്ങളെ കോർത്ത് എല്ലാവരും കരങ്ങളെ കോർത്ത് എല്ലാവരും കരങ്ങളെ കോർത്ത് എല്ലാവരും ശക്തിയോടെ ചില ശക്തി നമ്മളിപ്പോൾ ഇന്ന് രാത്രി ചില ശക്തിയെ വെട്ടി മാറ്റാൻ വേണ്ടി ഇതിനകത്ത് വിടുതൽ പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ ഒരൊറ്റ വ്യക്തിയെ പോലും ഇതിനകത്ത് കടത്തി വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു വാദിക്കുന്ന ഒരു ശക്തി ലാന്തൂരി ഔഷക്കി ലഖീമന ഹന്തൂരി ഔഷബല ഹന്തർ ഔഷകീനബല ഇന്ന് രാത്രിക്കാലം വെട്ടി മാറ്റാൻ വേണ്ടി ദൈവശക്തി ഇറങ്ങി ഈ ആരാധന തുടക്കം മുതൽ തന്നെ ഒരു വാച്ചിങ് ലിസ്റ്റിൽ ഇട്ടിരിക്കുക. ഒരു ലിസ്റ്റിൽ ഇട്ടിരിക്കുക. പോകുമോ ഇല്ലയോ അറിയുക. ആ ഒരു പൈശാചിക മണ്ഡലത്തിൽ ഇന്ന് രാത്രികാലം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ വെട്ടി മാറ്റുന്നു. ഈ ആരാധന കഴിയുമ്പോൾ അവരുടെ ശക്തികൾ അഴിഞ്ഞു മാർഗദർശികളാണ്. ആത്മാവിൽ വെല്ലുവിളിച്ച് വാദിക്കുന്ന ആ ഒരു വ്യക്തി പോലും അനുഗ്രഹം പ്രാപിക്കരുത്, ഒരു വ്യക്തി പോലും വിടുതൽ പ്രാപിക്കരുത്. ഇതിനകത്ത് ആരും കടന്നില്ല. ഇതാദ്യം മിനിസ്ട്രി ഇല്ലാതായി പോകണം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പരിശാചിക മണ്ഡലത്തെ ഇപ്പോൾ തന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അതിന്റെ ആത്മാവിൽ അതിനെ വെട്ടി മാറ്റുന്നു. ആ കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് ശുശ്രൂഷിക്കുന്ന അഭിഷേകത്തിന്റെ തീനാവോട് ഉപയോഗിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ അഭിഷേകത്തെ ശക്തമായിട്ട് ചലിക്കുവാൻ, ശക്തമായ ചില വെളിപ്പാടുകൾ, ചില ആത്മപകർച്ച വെളിപ്പെടുവാൻ, ചില പ്രോഫസികൾ വെളിപ്പെടുവാൻ, മറഞ്ഞു കിടക്കുന്ന മണ്ഡലങ്ങളെ വെളിപ്പെടുത്തുന്ന നിലവാരത്ത് ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന ജനങ്ങളിൽ നന്ദി കർത്താവേ, യേശു ക്രിസ്തുവേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും മുഖവരൊന്നും കൂടാതെ തന്നെ അങ്ങ് അഭിഷേകനെ വേദിയിലോട്ട് ക്ഷണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നു. അനേക രോഗികൾ രാവിലെ സൗഖ്യമാവുന്നത് ഇവിടെ കാണുവാനിടയായി. കർത്താവ് നിങ്ങളെ സ്പർശിച്ചു എന്ന് പറയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിനെ സൂചിച്ചാട്ടെ. രാവിലെ വരാത്തവർക്ക് സ്തോത്രം ചെയ്തു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് ഇവിടെ ഉണ്ട്. രാവിലെ പറഞ്ഞതുപോലെ ഇന്ന് ഈ ഒരു അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വന്നിരിക്കുന്നവർ ആത്മനദിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ചിലരുടെ മേൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് രാവിലെ അനേക രോഗികളെ ഇവിടെ സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടു. അനേകരെ കർത്താവ് വിടുവിക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് രാവിലെ കർത്താവ് ചെയ്ത ദൈവം ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ചെയ്യാൻ റെഡിയാണ്. അതേ ദൈവം ഇതിനകത്ത് വെളിപ്പെട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തി യേശുവിനോട് നന്ദി പറഞ്ഞാൽ. ഹല്ലേലൂയ. ഒരു ചെറിയ ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ
ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ അധ്യായം 35 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. മതി. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞ് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ബാല മരിച്ചിട്ടില്ല, അവൾ നിദ്ര ഉറങ്ങുകയാകുന്നു, അവൾ ഉയർത്തെഴുന്നേൽക്കും, അത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രിയിൽ ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ്. നിർജീവമാക്കപ്പെട്ട ചില മേഖലകളെ അവൻ ക്രിസ്തുവിന്റെ ജീവൻ അവൻ വിടുവിക്കുന്ന രാത്രിയാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ സാമ്പത്തികത്തെ, ചിലരുടെ ശുശ്രൂഷയെ, ചിലരുടെ ജീവിതത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ക്രിസ്തുവിന്റെ ജീവൻ ചിലരുടെ മേൽ അസാധാരണമായി വെളിപ്പെട്ടു വരുന്നു. അത് വിശ്വസിക്കുന്ന ദൈവജനം കരം ഉയർത്തി യേശുവിനെ പറഞ്ഞാണ്. വളരെ ശാന്തമായ നിലയിൽ തിരുവചന ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ആമേൻ. നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല. രാവിലെ ഇറങ്ങിയ യേശു അതുപോലെ തന്നെ അതേ മഹത്വത്തോടുകൂടി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്പസമയം കൂടെ ഉള്ളൂ ഇവിടെ നമ്മളായിരിക്കുന്നത്. ആ സമയത്ത് ആഘോഷമാക്കി നിങ്ങൾക്ക് ഈ ദൂത് എന്നോടാണ്, എന്റെ കുടുംബത്തോടാണ്, എന്റെ മിനിസ്ട്രിയോടാണ്, എന്റെ ജീവിതത്തോടാണ്, എന്റെ കുടുംബത്തോടാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. കാരണം ദൈവസന്നിധി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ സന്നിധിയാണ്. ഇതിനകത്ത് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ എന്റെ ദൈവം വെറുതെ വിടത്തില്ല. ഇന്ന് അത്ഭുതങ്ങളുടെ ആരംഭമാക്കി, അത്ഭുതങ്ങളിലേക്ക് ദൈവത്തിനാക്കാവ് ചിലരുടെ ശുശ്രൂഷകളെ, ചിലരുടെ ജീവിതത്തെ ദൈവത്തിനാക്കാവ് മാറ്റാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ നല്ലതുപോലെ കരമടിച്ച് നല്ലതുപോലെ കരമടിച്ച് യേശുകർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുകർത്താവ് ചെയ്ത അത്ഭുതങ്ങളിലെ ഒരു അനുഭവമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ച വേദഭാഗം. ഈ ഭാഗം എല്ലാവരും അറിയാവുന്ന ഭാഗമാണ്. യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി, അദ്ദേഹം പള്ളിപ്രമാണിയാണ്. യായിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ മകൾ, 12 വയസ്സുള്ള മകൾ ദീനമായി കിടക്കുകയാണ്. യേശു കർത്താവിന്റെ അത്ഭുതങ്ങളും യേശു കർത്താവിന്റെ അടയാളങ്ങളും കേട്ടതനുസരിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് ഒരു സൗഖ്യത്തിന് വേണ്ടി യേശുവിനോട് അന്വേഷിക്കുകയാണ്. ഇങ്ങനെ അവർ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിലൂടെ ഒരു രക്തസ്രവക്കാരി യേശുവിന്റെ തൊങ്കൽ തൊട്ട് സൗഖ്യമാകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് വീണ്ടും യാത്ര ചെയ്യുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, യായിറോസേ, ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഇവിടെയാണ് നമ്മൾ വായിച്ച വേദഭാഗം. ഈ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട. ഇനി ഗുരു വീട്ടിലേക്ക് വന്നിട്ട് കാര്യമില്ല. കാരണം ദീനമായി കിടന്ന മകൻ എന്ത് ചെയ്തു? എല്ലാവരും ഒന്ന് പറഞ്ഞേ, മരിച്ചുപോയി. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ചില മേഖലകൾ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പ്രതീക്ഷകളൊന്നും ഇല്ല. ചില കാര്യങ്ങൾ മരിച്ചുപോയി. ചിലരുടെ മിനിസ്ട്രി മരിച്ചുപോയി, ചിലരുടെ ജീവിതം മരിച്ചുപോയി, ചിലരുടെ കുടുംബ ജീവിതം മരിച്ചുപോയി, ചിലരുടെ വ്യക്തിപരമാകുന്ന നന്മ മരിച്ചുപോയി. നിർജീവമാക്കപ്പെട്ട മേഖലകളിൽ
യേശുവിന്റെ ജീവൻ ഇന്ന് വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ കേട്ടില്ല, നിങ്ങളോടുള്ള ദൂതാണ്. അവൻ നിങ്ങളുടെ നിർജീവമാക്കപ്പെട്ട കുടുംബം, നിർജീവമാക്കപ്പെട്ട മിനിസ്ട്രി, നിർജീവമാക്കപ്പെട്ട സാമ്പത്തികം, നിർജീവമാക്കപ്പെട്ട സഭ, നിർജീവമാക്കപ്പെട്ട അവൻ പ്രബോധന ശുശ്രൂഷ, നിർജീവമാക്കപ്പെട്ട കൃപാവന ശുശ്രൂഷ, നിർജീവമാക്കപ്പെട്ട നിന്റെ താരങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ജീവൻ
ആമേൻ പട്ടണങ്ങളും ഗ്രാമങ്ങളും എന്ന് എഴുതിയിരിക്കുന്നിടത്ത് മനേശെ ഗോത്രത്തിന് ആമേൻ ഗിലെയാദിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും കൊടുത്തു, അവകാശമായി കൊടുത്തു എന്ന് പറയുന്ന പദത്തിന് ഹാവോത്ത് എന്ന് പറയുന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹാവോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജീവൻ, ലൈഫ്. അപ്പോൾ മനേശയുടെ മകനായിരിക്കുന്ന യായീരിന് അവകാശമായി കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ പേര് ലൈഫ്, ജീവൻ. മനേശെ ഗോത്രത്തിന് അവകാശമാക്കി കിട്ടിയ ഭൂമിയുടെ പേര് ജീവൻ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നത് പറയുന്നത് യായീരിന് യായീറോസിന്റെ ഗോത്രത്തിന് നാളുകൾക്ക് മുൻപേ ഒരു അവകാശം ഉണ്ടായിരുന്നു. നമ്മൾ വായിച്ച വേദഭാഗത്തിലെ യായീറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി ഉണ്ടായിരുന്നത്. ഈ പള്ളിപ്രമാണിയുടെ അവകാശം എന്ന് പറയുന്നത് അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ജീവനാണ്. ജീവൻ അവകാശമായി കിട്ടിയവന്റെ വീട്ടിൽ ഇപ്പോൾ ജീവനില്ല. അതാണ് അവന്റെ പ്രശ്നം. യായീറോസിന്റെ കുടുംബത്തിന്റെ സമ്പത്ത് തന്നെ ജീവനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ എവിടെ തൊട്ടാലും ജീവൻ വെളിപ്പെടും. ഇവൻ സമ്പത്തിന്റെ മേലിൽ തൊട്ടപ്പോൾ അവിടെ ജീവൻ വെളിപ്പെടും. ഇവൻ എവിടെയൊക്കെ പോയാലും ലൈഫ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം അവന്റെ സമ്പത്ത് ലൈഫാണ്. അവന് ദൈവം കൊടുത്തിരിക്കുന്ന അവകാശം ജീവനാണ്. പക്ഷേ മുതുമുത്തച്ഛന്മാർക്ക് കിട്ടിയ അവകാശം ഇപ്പോൾ തന്റെ കയ്യിൽ ഇല്ല. ജീവൻ നഷ്ടപ്പെട്ടു. വാഗ്ദത്തം ജീവനാണ്, പക്ഷെ ഇപ്പോൾ അവന്റെ അനുഭവം മരണമാണ്. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ജീവൻ ഇങ്ങനെയാണ്. വാഗ്ദത്തമുണ്ട്, അവകാശങ്ങളുണ്ട്, ദൂരുകളുണ്ട്. പക്ഷെ ഇപ്പോൾ ആ ദൂരുകളെല്ലാം നിർജീവമാക്കപ്പെട്ടിരിക്കുകയാണ്. അവകാശങ്ങളിൽ എത്താൻ സാധിക്കാതെ അവകാശങ്ങളെല്ലാം വിദൂരമായ ഒരു സ്വപ്നം പോലെ മാത്രമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ചില ന്യായീറോസുമാരെ നോക്കി യേശു പറയുകയാണ്, ജീവന്റെ നഗരവ് നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നു. നിനക്ക് അവകാശമായി കിട്ടിയത് ജീവനായിരിക്കാം, പക്ഷെ ഇപ്പോൾ നിന്റെ വീടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് മരണമാണ്. ഈ മരണത്തെ തോൽപ്പിക്കാൻ നിന്റെ മുതുമുത്തച്ഛന്മാരുടെ ഓരോ അവകാശത്തിനും പറ്റില്ല. മരണത്തെ തോൽപ്പിക്കാൻ ഒരിക്കലും മാത്രമേ സാധിക്കുള്ളൂ. മരണത്തിനെയും പാതാളത്തിനെയും കൈവശമില്ല. രാജാവായ
പക്ഷെ ഇപ്പോൾ ഇവൻ അവകാശത്തിലല്ല, ഇപ്പോൾ ഇവൻ മരണത്തിലാണ്. 2, യായിറോസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം വെളിച്ചമെന്നാണ്. ഇപ്പോൾ ഇവന്റെ പേര് പോലെ അല്ല ഇവന്റെ ലൈഫ്. ഇവന്റെ അവകാശം കൈമാറേണ്ട തലമുറ നഷ്ടപ്പെട്ട അന്ധകാലത്തിനകത്ത് കിടക്കുന്ന ഒരു യായിറോസാണ് ഇപ്പോൾ ഇവന്റെ ജീവിതം. പേര് വെളിച്ചെന്ന അവകാശം ജീവനാണ്. മനസ്സിലാവുന്നുണ്ടോ? യായിറോസിന്റെ പേര് വെളിച്ചം, യായിറോസിന്റെ അവകാശം ലൈഫ്, ജീവൻ. ജീവൻ വെളിച്ചവും അവന്റെ വീട്ടിൽ നിന്ന് ഒഴുകേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് ഒഴുകുന്നത് മരണവും അന്ധകാരത്തിന്റെ കറുത്ത കൊടി. യായിറോസെ വെറും മേൽവിലാസത്തിൽ മാത്രം ഒതുങ്ങിപ്പോയ ജീവനും വെളിച്ചവും നിന്റെ വീട്ടിനകത്തേക്ക് കയറി വരികയാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യേശു പറഞ്ഞു, ഞാൻ ജീവനാകുന്നു. വെളിച്ചമായവൻ, ജീവനായവൻ യായിറോസിന്റെ വീട്ടിനകത്ത് എഴുതുകയാണ്. യായിറോസിന്റെ വീട്ടിലേക്ക് എൻട്രി ചെയ്താൽ മാത്രമേ ആ വീട്ടിനകത്ത് നിന്ന് മരണം അരിഞ്ഞുമാറുകയായി. അന്തരീക്ഷത്തെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, യേശു ദൈവത്തിന്റെ മണ്ണിൽ എന്നെ സംഭവിക്കുകയാണ്. നിന്റെ ദേശത്തെ യേശു വരാൻ പോകുന്നു. പിറവത്തെ യേശു വരാൻ പോകുന്നു. താഴെ യേശു വരാൻ പോകുന്നു. റോഡിലേക്ക് യേശു വരാൻ പോകുന്നു. കേരളത്തിൽ യേശു വരാൻ പോകുന്നു. യേശു വന്ന യേശു നിന്റെ വീട് രൂപപ്പെടും. നിന്റെ വീട്ടിൽ ലൈഫ് വെളിപ്പെടും. യേശു ജീവനാകും. യായിറോസിന്റെ പേര് വെളിച്ചമാണ്, സത്യം. യായിറോസിന്റെ അവകാശം ജീവനാണ്. പക്ഷെ ഇതുപോലെയല്ല യേശു. യേശു പറഞ്ഞു, ഞാൻ ജീവൻ തരാൻ വേണ്ടി വന്നതാണ്. ബൈബിളിലെ ജീവൻ എന്ന് പറയുന്ന പദത്തിന് 2 വാക്കുകളാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. 1 സൂഖെ, 2 സോയെ. സൂഖെ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം നാച്ചുറൽ ലൈഫ്, അതായത് അമ്മയുടെ ഉദരത്തിൽ നിന്നും ഉരുവായി, അമ്മയുടെ ഉദരത്തിൽ ഉരുവായി 9 മാസങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിലേക്ക് ജനിച്ചു വരും. ഇവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആ നാച്ചുറൽ ലൈഫ്, അതിന് പറയുന്ന പേരാണ് സൂഖെ. മനസ്സിലാവുന്നുണ്ടോ? സൂഖെ. യേശുവിനെ അറിഞ്ഞാലും ഇല്ലെങ്കിൽ ഈ സൂഖെ ലൈഫ്, നാച്ചുറൽ ലൈഫ്, സാധാരണ ജീവൻ അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. ഈ പേരുകളിലുള്ള എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? സൂഖയുണ്ട്, സാധാരണ ജീവനുണ്ട്. ഇതൊക്കെ പറയാൻ പാടാണെങ്കിൽ സാധാരണ ജീവൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ യേശുവിൽ നിന്ന് വരുന്ന ജീവന്റെ പ്രത്യേകത അത് സൂഖ്യ ലൈഫ് പോലെയല്ല. യേശുവിൽ നിന്ന് വരുന്ന ജീവൻ അത് സോയ ലൈഫാണ്. സോയ ലൈഫ് എന്നാണ് സോയ ലൈഫ് എന്ന് പറഞ്ഞാൽ? അത് ദൈവത്തിന്റെ ജീവൻ എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിലുള്ള ജീവൻ, ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവൻ, സ്വർഗത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിലുള്ള ആ ജീവനാണ് സോയ ലൈഫ്. ഇന്ന് രാവിലെ നമുക്കറിയാം, സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു എന്നുള്ളത് നമ്മൾ രാവിലെ കേട്ടു. ആമേൻ. ദൈവത്തിന്റെ പ്രത്യേകത, അവൻ തേജസ്സിനാൽ നിറയപ്പെട്ടവനാണ്. ദൈവത്തിന് മരണമില്ല, ദൈവത്തിന് അന്ത്യമില്ല, ദൈവത്തിന് ആദ്യമില്ല. ദൈവത്തിന്റെ ആദ്യം എവിടെയാണെന്നോ അന്ത്യം എവിടെയാണെന്നോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദൈവം ഇമ്മോർട്ടാലിറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഞാൻ ദൈവത്തിന്റെ കാര്യം പറയുക, മനുഷ്യന്റെ കാര്യം.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ദൈവം തന്റെ ജീവനെയാണ് മനുഷ്യനിലേക്ക് ഒഴുകിയത്. ആദാമിലേക്ക് ദൈവം പകർന്നത് സോയലൈഫാണ്. മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത്? ഭൂമിയിലെ മണ്ണുകൊണ്ട് ആദാമിനെ മെനഞ്ഞു. എന്നിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം. നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടില്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. ആദാമിൽ വെളിപ്പെട്ടത് ഏത് ലൈഫാണ്? ദൈവത്തിന്റെ ജീവനാണ്, സോയലൈഫാണ്. ഹല്ലേലൂയ. കരം ഉയർത്തി ആമേൻ പറഞ്ഞാൽ യേശു ഈ ലോകത്ത് വരുമ്പോൾ യേശു പകരുന്ന ജീവനും സോയലൈഫാണ്. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ സോയലൈഫ്, സമൃദ്ധിയായ ജീവൻ. ഈ സമൃദ്ധിയായ ജീവന്റെ പ്രത്യേകത ഒന്ന് രണ്ട് ഇതിനെ വിശദീകരിക്കാൻ എനിക്ക് പറ്റും, പക്ഷേ വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ ടൈമില്ല. ഇതിന്റെ മുതൽ പരത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ യായോസിന്റെ വീട്ടിലേക്ക് വരണമല്ലോ. ഹല്ലേലൂയ. യേശുവിന്റെ ജീവന്റെ പ്രത്യേകത ഇത് പിതാവിനുള്ള ജീവനാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ആമേൻ അവിടെ കാണിച്ചിരിക്കുന്നു പിതാവിലുള്ള ജീവൻ പുത്രനിലുണ്ട് എന്ന് വെച്ചാൽ പിതാവിലുള്ളത് സോയലൈഫാണ്. അത് മനുഷ്യനിലുള്ള ജീവനല്ല. മനുഷ്യന്റെ ജീവന്റെ പ്രത്യേകത അത് ഒരു നാൾ അസ്തമിക്കും, ഒരു നാൾ മരിക്കും. 30, 40, 50, 60 വയസ്സാകുമ്പോൾ മനുഷ്യന്റെ ജീവൻ ഇല്ലാതെയാകും. പക്ഷെ പിതാവിലുള്ള ജീവന് എന്തില്ല? അവസാനമില്ല. മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത്? പിതാവിലുള്ള ജീവന് അവസാനമില്ല. ഹല്ലേലൂയ. അപ്പോൾ പിതാവിലുള്ള ജീവൻ ആരിലുണ്ടായിരുന്നു? പുത്രനിലുണ്ടായിരുന്നു. പുത്രനിലുള്ള ജീവൻ ആർക്കുണ്ട്? നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മിൽ വ്യാപരിക്കുന്ന ജീവൻ അത് നിത്യജീവനാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കേട്ടില്ല? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അടുത്ത വാക്ക് യേശു ഒന്നുകൂടെ പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഓരോ നാളും മരിക്കുകയില്ല. മരിക്കുകയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ ജീവന്റെ പ്രത്യേകതയാണ്. അതായത് ഇവിടെ മരിക്കാതെ ഇങ്ങനെ ജീവിക്കുന്നു. അതല്ല കേട്ടോ, മരണമില്ലാത്ത ജീവൻ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മരിക്കും, പക്ഷെ അവസാനം ഉണ്ടാകുകയില്ല. ലോകത്തിന്റെ കണ്ണിൽ മരിക്കും. ലോകത്തിന്റെ കണ്ണിൽ ഒരു മനുഷ്യന്റെ അവസാനം എന്ന് പറയുന്നത് കുഴിമാടമാണ്. ശരിയല്ലേ? ആമേൻ. നമ്മുടെ ജീവന്റെ അവസാനം എന്ന് പറയുന്നത് കുഴിമാടമാണ്. കുഴിമാടം കൊണ്ട് എല്ലാം തീർന്നു. 6 അടി മണ്ണിനകത്ത് ഒരു മനുഷ്യന്റെ ചരിത്രം തീർന്നുവെന്നാണ് ലോകം പഠിപ്പിക്കുന്നത്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു യേശുവിന്റെ ജീവനുള്ളവരുടെ പ്രത്യേകത. യേശുവിന്റെ ജീവനുള്ളവർ അവർ കുഴിമാടം കൊണ്ട് അവസാനിക്കത്തില്ല. 6 അടി മണ്ണിനെ ഭേദിച്ച് അവരുടെ സ്വാർത്ഥ ശരീരങ്ങൾ ഒരു നാൾ ജീവിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. കാരണം അവന്റെ ഉള്ളിലുള്ളത് നിത്യജീവനാണ്. ഇത് പറഞ്ഞിട്ടൊരു സന്തോഷമില്ല. അതായത് നിങ്ങളുടെ ലൈഫ് കുഴിമാടം കൊണ്ട് തീരത്തില്ല. നിങ്ങൾ ഇവിടെ മരിച്ചാലും നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ജീവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും നിങ്ങൾ ഉയർപ്പിക്കും. മനസ്സിലായില്ല? ഒന്നും പറയാം. ഇത് മനസ്സിലാകുന്നവരെ ഞാൻ ഇത് പറയും. യേശു കർത്താവ് ഇഹലോക ജീവിതം, ഇഹലോകവാസം ഇവിടെ പൂർത്തീകരിക്കുന്നത് തന്നെ 33-ാമത്തെ വയസ്സിലാണ്. 33-ാമത്തെ വയസ്സിൽ കാൽവരിയിൽ യേശു കർത്താവ് തന്റെ പ്രാണൻ പിതാവിന്റെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അരവത്തിക്കാരനായിരിക്കുന്ന യോസേഫിന്റെ പുതു കല്ലറയിൽ യേശു കർത്താവിനെ അടക്കം ചെയ്തു. ആ അടക്കം ചെയ്ത കല്ലറയ്ക്കകത്ത് അധികം നാൾ അവൻ നിന്നില്ല. 3-ാമത്തെ ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കടവുകളെ പറഞ്ഞാട്ടെ, യേശുവിനെ
കേട്ടില്ല. അവൻ കല്ലറയെ ഭേദിച്ച് മൂന്നാം നാൾ ഉയർത്തി. യേശുവിൽ